പുലർച്ചെ വന്നെന്നല്ല പറഞ്ഞത്, രാത്രി 3 മണിക്ക് വന്നാ പറഞ്ഞത്. ആ പുലർച്ചയല്ലല്ലോ അത്. അയാളാ പറഞ്ഞ ഞാൻ 8:30 വന്നതാണ്. അപ്പോൾ അതുവരെ എന്താ വരാഞ്ഞേ? അല്ല അത് പൊട്ടിക്കിട്ടുമെന്നുള്ള പേര് രാവിലെ തന്നെ എല്ലാവരും പറഞ്ഞു. അയാൾ എന്തുകൊണ്ട് നേരത്തെ വന്നില്ല? ഇനി അയാൾ 8:30 വന്നെങ്കിൽ എന്തുകൊണ്ട് അയാൾ 5 മണിക്കോ 6 മണിക്കോ വന്നില്ല? രാത്രി 3 മണിക്ക് എന്തിനാണ് വന്നേ? എന്നിട്ട് വീണ്ടും ചെങ്ങന്നൂർ പോയിട്ട് പിന്നെ ഞാൻ 8:30 വന്നേ? പറ. ഞാൻ അയാളാണ് തകർത്തതെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ, എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അതങ്ങ് വിട്ടേക്കുന്നതാണ് നല്ലത്. സഹിച്ചറിയാൻ എല്ലാവർക്കും അറിയാം. ഒത്തിരി പറയാനുണ്ട്. പക്ഷെ അതൊന്നും പേഴ്സണലല്ല. ഈ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ എന്നെ ഡാം ചെയ്യാൻ വേണ്ടി നേതൃത്വം കൊടുക്കുമ്പോൾ എല്ലാം ഡാം ചെയ്യാൻ വേണ്ടി ഞാൻ പൊളിറ്റിക്സുമായി ബന്ധമുള്ളത് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. വ്യക്തിപരമായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. അദ്ദേഹം പറയുന്നുണ്ടല്ലോ, ഇലക്ഷൻ കഴിയുമ്പോൾ ഞാൻ വെളിപ്പെടുത്തി ഇപ്പം തന്നെ വെളിപ്പെടുത്തിക്കൂടെ? ജയിലിൽ പോകാനോട് തയ്യാറായിക്കണം, അത്രയേ ഉള്ളൂ. സ്ഥാനാർത്ഥിത്വമൊന്നും കാണത്തില്ല. ഈ കൃഷ്ണപിള്ള സ്മാരകം തകർത്തല്ലോ, ആ തകർത്തതിന് പിന്നിൽ ആരൊക്കെയാണെന്ന് കണ്ടെത്തിയെന്നു എന്നുള്ള വിവരങ്ങളുണ്ടായില്ല. അന്വേഷണം നടത്താൻ സംബന്ധിച്ചിട്ട് രാത്രി 2:30 മണിക്ക് അവിടെ എത്തിയ ഒരാളുണ്ട്, സജീവ് ചെറിയാൻ. ചെങ്ങന്നൂന്ന് എന്തിനാണ് എത്തി രാത്രിയോടെ? അത് തകർത്ത് കഴിഞ്ഞു. രാത്രി 2:30 മണിക്ക് ഇയാൾ അവിടെ എത്തിയിട്ടുണ്ട്. എന്തിനെത്തി? ഇപ്പോഴും അന്വേഷിച്ചിട്ടില്ല. അതേപ്പറ്റി അന്വേഷണം വേണ്ടെന്ന് പിണറായി പറഞ്ഞു. പറഞ്ഞു. രണ്ടാളുകള് സംശയാസ്പദമായ സാഹചര്യത്തിൽ അവിടെ ചുറ്റിക്കറങ്ങി എന്ന് പറയുന്ന പോലീസിന്റെ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ സുധാകരൻ അത് പറഞ്ഞത്. അല്ല, സുധാകരന് ഏറ്റവും കൂടുതൽ അറിയാം. കൂടെ കിടക്കുന്നവർക്കല്ലേ രാപ്പനി അറിയാവൂ. ചെങ്ങന്നൂരിൽ നിന്ന് അത്ര പെട്ടെന്ന് അർദ്ധരാത്രി 2:30 അവിടേക്ക് എത്താൻ കഴിയില്ല എന്നുള്ള കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നു. ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹം ജില്ലാ സെക്രട്ടറിയായി അവരോധിക്കപ്പെടുന്നത് എന്ന കാര്യം കൂടി ഇപ്പോൾ ജോസഫ് സി മാത്യു വെളിപ്പെടുത്തുകയാണ്. അങ്ങനെ അത് കണ്ണി പോലെ ചില വിവരങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി VS ഒരു ഓഡിയോ ടേപ്പ് അന്ന് സെൻകുമാറിന് DGP ആയിരുന്നു, സെൻകുമാറിന് നൽകിയിരുന്നു. ആ ഓഡിയോ ടേപ്പിൽ ഈ പറയുന്ന ഈ ഓർഡർ നൽകുന്ന ഇത് തകർക്കുന്നതിനുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിന്റെ കാര്യങ്ങളാണുള്ളതെന്ന് അറിയുന്നു. കൃഷ്ണപിള്ള സ്മാരകം തകർത്തതുമായി ബന്ധപ്പെട്ട അതീവ ഗുരുതരമായ വെളിപ്പെടുത്തൽ തന്നെയാണ് G. സുധാകരൻ നടത്തിയിരിക്കുന്നത്. സജി ചെറിയാനെതിരെ അതീവ ഗുരുതരമായ വെളിപ്പെടുത്തൽ എന്ന് തന്നെ പറയാൻ സാധിക്കും. നേരത്തെ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും G. സുധാകരനെ പോലെ ഒരാൾ ഇത് നേരെ മാധ്യമങ്ങളിലൂടെ പറയുക എന്നത് അതീവ ഗൗരവമുള്ള കാര്യം തന്നെയാണ്. അതായത് പുലർച്ചെ 2:30 കൃഷ്ണപിള്ള സ്മാരകം തകർത്ത സമയത്ത് സജി ചെറിയാൻ അവിടെ ഉണ്ടായിരുന്നു. ആ കാര്യം അത് വെറുതെ ആകില്ലല്ലോ എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. സ്മാരകം തകർന്ന അന്ന് രാത്രിയിൽ 2:30 പുലർച്ചെ 2:30 എന്തിന് സജി ചെറിയാൻ അവിടെ എത്തി? അതുമാത്രമല്ല, അയാൾ ചെങ്ങന്നൂരിൽ നിന്ന് ആ സമയം എന്തിനെത്തി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് G. സുധാകരൻ പറയുന്നു. അതിൽ ദുരൂഹതയില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നു.